സ്കൂളിന്റെ HM ശ്രീമതി ഷംന മാഡം, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, PTA പ്രസിഡന്റ് ദീപു, ഇതിന്റെ എല്ലാത്തിനും നമ്മുടെ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല, വൈസ് പ്രസിഡന്റ്. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഗിന്നസ് റെക്കോർഡ് ആള് നമ്മുടെ പഞ്ചായത്തുകാരനാണ്, അശ്വിൻ ഇവിടെ ഉണ്ട്. അശ്വിന്റെ ഒരു ചെറിയ പാഠം ഇവിടെ നടത്തും. പിന്നെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരിക്കും. അപ്പോ നമ്മുടെ സ്കൂളില് തുടങ്ങിപ്പെട്ടെ നോട്ടീസ് ഉണ്ടായിരുന്നല്ലോ എല്ലാവരും അല്ലേ? അപ്പൊ അതില് എന്റെ പേര് വായിച്ചിരുന്നു. എന്റെ പേര് ഇവിടെ ഞാൻ എത്തുന്ന ആളിന്റെ പേരൊക്കെ വായിച്ചിരുന്നോ? എന്തായിരുന്നു പേര്? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ആരാ ബാബുകാരെന്ന് പറഞ്ഞേ? ആരാ പറഞ്ഞു? ആണോ? എന്താ പേര്? അമ്മയുടെ പേരെന്താ? വെരി ഗുഡ്. പേരെന്താ? പേര്? വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് പാട്ട് പാടുന്നവരാരുണ്ട്? നന്നായിട്ട് പാടുന്നവര്? കീർത്തന പാടും. ആരാ കീർത്തന? പറയൂ. എല്ലാരും നല്ല ഉഷാറായിട്ടിരിക്കണം. രാവിലെ കഴിച്ചില്ലേ? വീട്ടിൽ നല്ല കഴിച്ചിട്ടില്ലേ? വന്നേ കഴിച്ചോ? കീർത്തന പാട്ട് ഏത് പാട്ടാ പാടുന്നത്? ഇപ്പൊ ഈ ഈശ്വരപ്രാർത്ഥന പാടിയത് കീർത്തനയാണ്. പിന്നെ ഒരു സിനിമ പാട്ട് പാടിയല്ലോ, ഏത് പാട്ടാ ഇഷ്ടം? കവിത പാടിയല്ലോ. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി ലോകവിദ്ദേവം ജയിച്ചിടുമെൻ ഗുരുനാഥൻ. താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാരണിച്ചളിനീലെ പുരണ്ടാലതും കൊള്ളാം, ഇല്ലിക സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സൗവണ്യമെൻ ഗുരുനാഥൻ. വെരി ഗുഡ്. കൂടി കീർത്തനയുടെ ഒരു ടാലന്റ് നോക്കാൻ വേണ്ടി ഒരു സിനിമ പഠിച്ചാണ്ട് ഒരു പഠിപ്പിച്ചോട്ടെ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒക്കെ പാടും. കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളി കമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ നേരോട്ടം, നാലു പാടം പാടത്ത് വെള്ളം വെള്ളത്തിലെന്ത കഴിക്കണത്, ചെളി വെള്ളത്തിലോടി കളിക്കണ തുള്ളിപ്പരന്റെ നേരോട്ടം, കണ്ട കണ്ട മനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളി കമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ നേരോട്ടം. അപ്പം ആണോ? വെരി ഗുഡ്. അപ്പൊ കീർത്തനയുടെ വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ടോ? ആരും കീർത്തന ഈ പാടാനുള്ള ചാനലുണ്ട്. കീർത്തന പാട്ട് പഠിപ്പിച്ചാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെടും. അപ്പൊ നമുക്ക് ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു നോക്കുന്നത് കേൾക്കണേ, എന്തുകൊണ്ട്? അപ്പം നമുക്ക് കുറച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോ എന്താ പേര്? മോനെ വരുന്ന ഇയാളുണ്ട്, മോനെ വരുന്നു ദേവനന്ദൻ ഇതിന്റെ കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പറയൂ. പിണറായി വിജയൻ. പ്രശ്നമുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ ഇവിടുത്തെ ഇതേത് പഞ്ചായത്ത്? ഗ്രാമപഞ്ചായത്ത്. ആ
പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് അറിയാമോ? അറിയാം. ഓക്കെ, അറിയില്ല. ഓക്കെ, അറിയാത്തത് അറിയാമെന്ന് പറഞ്ഞാൽ മതി. അപ്പോ നമ്മുടെ ജില്ല, താലൂക്ക്, താലൂക്കാണ്. വെരി ഗുഡ്. നമ്മുടെ പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. അറിയാലോ, നരേന്ദ്രമോദി. ഓക്കെ, ഇരുന്നു. അപ്പോ സാധാരണ പുതിയ കുട്ടികൾക്ക് ടീച്ചറെ ജനറൽ നോളജ് സംഭവമാണ് കുട്ടികൾ ഇപ്പൊ ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത്. സാധാരണ കുട്ടികൾ അവർക്ക് സ്വന്തം പഞ്ചായത്ത് അറിയില്ല, താലൂക്ക് അറിയില്ല, മുഖ്യമന്ത്രി അറിയില്ല. അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ചേച്ചി പോലെ 18 വയസ്സ് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോ ഹിന്ദി നടനാണെന്ന് പറഞ്ഞു. സൂപ്പർ താരം. അതാണ് സംഭവം. വെരി ഗുഡ്. നിങ്ങളെ എനിക്ക് തോന്നുന്നു ടീച്ചർമാരുടെ നിങ്ങളുടെ ഒരു കരുതലായിരിക്കാം അവരെ കൊണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ജനറൽ നോളജ് നമുക്ക് പാഠപുസ്തകത്തിലെ പാട്ടുകൾ പാടുകയും അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ജനറൽ നോളജ് ഇല്ലാതെ പോകുന്നതാണ് കുട്ടികളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം. അപ്പോൾ എന്താണ് കരിമഷിയൊക്കെ എഴുതിയിരിക്കുന്നത്? ചെയ്യണം. ആരെ കണ്ണെഴുതി തന്നെ ആണോ? മുച്ചല്ലേ? മിച്ചല്ലേ മീൻ വിളിക്കുന്നത് അല്ലേ? അച്ഛനെ ബാപ്പിച്ച എന്താ വിളിക്കുന്നത്? പാപ്പി. ബാപ്പിയുടെ പേരെന്താ? മോള് പാട്ട് പാടുമോ? ഇല്ല. എത്രയാ പഠിക്കുന്നത്? 4ാം ക്ലാസ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പാപ്പയ്ക്ക് എന്താ ജോലി? ഇന്ന് വന്നിട്ടുണ്ടോ ആരെങ്കിലും? പാപ്പയും ഉമ്മയും വന്നിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? കൈ വയ്ക്കേ. അപ്പുറത്ത് കൊണ്ടോ. വീട്ടില് എന്താണ് നിങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണോ? മറ്റു വഴക്കുണ്ടാകും? ഇല്ല, വഴക്കയില്ല. എല്ലാവരും നല്ല സ്നേഹത്തിലൊക്കെയാണ്. എന്തൊക്കെ ജോലി കഴിഞ്ഞാൽ പാപ്പിച്ച് എന്തോ മാറ്റിട്ട് വരുന്നേ? അപ്പോ ശരിക്കും ഞാൻ എന്നെ നമുക്ക് പാട്ടൊക്കെ ഇട്ട് പോകാം കേട്ടോ. സ്കൂളിലെ പരിപാടിക്ക് എന്നെ വിളിക്കുമ്പോ നിങ്ങളോട് ഇങ്ങനെ പാട്ടൊക്കെ പാടി നിങ്ങളുടെ പാട്ടും കേട്ട് നിങ്ങളുടെ കൊച്ചു വർത്താനം പറഞ്ഞൊക്കെ ആയിരുന്നു എന്റെ ഒരു വിചാരം. കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ? പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വലിയ ഒരു വിപത്ത്, ഒരു ആപത്ത് വന്ന് ഭവിച്ചിരിക്കുന്നു. വല്ലാത്തൊരു വിഷയം. നിങ്ങളൊക്കെ പത്രം, ഇതിനകത്ത് വീട്ടിൽ പത്രം എഴുതുന്നവരാരുണ്ട്? വീട്ടിൽ പത്രം ഉള്ളവരാരുണ്ട്? ന്യൂസ് പേപ്പർ ഉള്ളവരാരുണ്ട്? ആരുണ്ട്? വായോ. ഏത് പേപ്പറാണ് വീട്ടിൽ വരുന്നത്? ദേശാഭിമാനി. അപ്പം പത്രം നോക്കാറുണ്ടോ? ഇപ്പൊ പത്രത്തിലൊക്കെ എന്താണ് ഇപ്പൊ ഒരു വാർത്ത, ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ, എന്ത് സംബന്ധിച്ചാണ്? നമ്മുടെ നാട്ടിൽ ലഹരി അല്ലേ? അത് വായിക്കാറുണ്ടോ വാർത്ത? വെരി ഗുഡ്. ബാക്കി കിട്ടാവുന്ന പത്രങ്ങൾ, അടുത്ത വീട്ടിലെ പത്രങ്ങൾ കൂടി വായിക്കണം. പത്രം വായിക്കണം. പത്രം വന്നിട്ട് അതെടുത്ത് വീടിന്റെ മുറിക്കിടുവോ അതോ വായിക്കുമോ? പ്രധാന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ചെറിയ ചെറിയ വാർത്തകൾ വായിക്കണം. ഓക്കെ. അപ്പൊ വീട്ടിലെ എല്ലാവരും വീട്ടിൽ ടി വി ആണല്ലോ. ടി വി കാണത്തില്ലേ? എല്ലാവരും ടി വിയിൽ എന്ത് പരിപാടിയാണ് കാണുന്നത് കൂടുതലും? കാർട്ടൂൺ കാണും. പിന്നെ കാണുന്നത് കാണും. മോളെന്താ കാണുന്നത് ടി വിയില്? ഉപ്പും മുളകും കാണുന്നവരൊന്ന് കൈവയ്ക്കേ. അപ്പൊ ഉപ്പും മുളകിലെ ഒരു പ്രശ്നം എന്താന്ന് പറയാ? ഉപ്പും മുളകും ഞാനും കാണും. പക്ഷെ ഉപ്പും മുളകിൽ ഒരു പ്രശ്നം. അപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പൊ വളർന്നല്ലോ അല്ലേ? വളർന്നില്ലേ? എന്താ അവരുടെ പേരൊക്കെ എന്താ? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവരുടെ അച്ഛനും അമ്മയോടും സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഒരു എതിർത്ത് പറയുന്നത് പോലെ, തറുതല പറയുന്നതല്ലേ സംസാരിക്കുന്നത്?
അച്ഛനും അമ്മയുടെ അടുത്തൊരു ബഹുമാനമില്ലാതെ സംസാരിച്ചു, ശരിയല്ലേ? അപ്പൊ അതല്ല കാണുന്നത്, ആയിരിക്കുന്നത് കേട്ടോ. ആ ഏറ്റവും കെട്ടാണ് ഇവിടെ വരുന്ന മിഥില. അപ്പം അതിനകത്ത് അച്ഛനും അമ്മയോട് ഒരു ബഹുമാനമില്ലാതാണ് സംസാരിക്കുന്നത് നിനക്ക് അറിയാം, ശരിയാണോ? പറയാ, ഓക്കെ പറ. ആണ്. അപ്പം നിങ്ങള് ഏറ്റവും കൂടുതൽ വീട്ടിലെ കേൾക്കും പോലെ ഇങ്ങോട്ട് കേൾക്കും, നമ്മൾ ഞങ്ങൾ സംസാരിക്കില്ല, അതങ്ങോട്ട് നോക്കരുത്. ഉപ്പും മുളകും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ശരിയല്ലേ? അപ്പൊ അതിനകത്ത് ആ ചേട്ടന്മാർ അവര് അച്ഛനും അമ്മയോടും ഒക്കെ മുതിർന്ന ആളുകളോടും അങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് നിങ്ങൾ അതുപോലെ ശീലിക്കാറുണ്ടോ? വെരി ഗുഡ്. നിങ്ങൾ അങ്ങനെ ശീലിക്കരുത്. അപ്പൊ ടി വിയിൽ കാണുന്നത് ഉപ്പുമുളകും ആകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയാകട്ടെ, ഏത് കലാപരിപാടിയും നമ്മളത് കണ്ടുവിട്ടേക്കണം. അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ അവരൊരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതെന്ന്? ഞാൻ പറഞ്ഞതല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും, നമ്മുടെ അച്ഛനോടും ഭാര്യയോടും, നമ്മുടെ അധ്യാപകരോടും ഗുരുക്കന്മാരോടും ചേട്ടന്മാരോടും എല്ലാം വളരെ വിനയത്തോടു കൂടിയ സംസാരിക്കാം. അത്രമായല്ലോ. ഇനി ഞാൻ നിങ്ങളിലേക്ക് ഒരു മിനിറ്റ് സമയം നമ്മുടെ കുറച്ച് രക്ഷകർത്താക്കൾ ഒരു 4-5 പേര് കാണും അല്ലേ? ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ രക്ഷകർത്താക്കളെ കൂടി കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു. അത് HM പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ വരുന്നില്ല എന്നുള്ളത്. അത് തന്നെ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് ഇന്ന് ഈ സ്കൂളില് HM-ഉം PTA-യും ഇവരെല്ലാം കൂടി വളരെ കഷ്ടപ്പെട്ട് ഇത് സംഘടിപ്പിച്ചിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾക്ക് ഇന്ന് കുറച്ച് സമയം ഈ കുഞ്ഞുങ്ങളോടൊപ്പം സ്കൂളിൽ വരാതിരിക്കാൻ കഴിയുന്നതെന്നും മാറ്റിവെക്കുന്നത് തന്നെ അത്യധികം ഗുരുതരമായ പ്രശ്നമാണ്. ഈ കുഞ്ഞുങ്ങളോട് പ്രണയമില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ചു പേരോട് മാത്രമായി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇതാണ് ദേശാഭിമാനി വായിക്കുന്ന പല പേരെന്താ പറഞ്ഞേ? മിഥു കൃഷ്ണൻ പറഞ്ഞു, ലഹരിയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കൾ വിചാരിക്കും, നിങ്ങൾ ശ്രദ്ധ പോരുന്നേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത് കേട്ടോ. രക്ഷകർത്താക്കൾ വിചാരിക്കും എന്താണ്, എന്റെ കുട്ടികൾ കുഞ്ഞുങ്ങളാണ്, ഞാൻ അവരെ നന്നായിട്ട് വളർത്തി ഈ ലഹരിക്കൊന്നും വിടാതെ ഞാൻ അവരെ നോക്കി നടത്തും എന്ന് ഓരോ രക്ഷകർത്താവും വിചാരിക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തന്നെ അവരെ ലഹരി പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷകർത്താക്കൾ തന്നെ ഈ കുരുന്നുകളുടെ കയ്യിൽ ഉപ്പും മുളകും കാണാൻ വേണ്ടി നിങ്ങൾ എടുത്തു കൊടുക്കുന്ന ലഹരിയുടെ പേരാണ് ഡിജിറ്റൽ ലഹരി. ഡിജിറ്റൽ ലഹരി മീൻസ് മൊബൈൽ ഫോൺ. ഈ ഫോണല്ല, ഇതല്ല, ഈ ഫോണല്ല, വില കൂടിയ ഫോൺ EMI ഇട്ടും കടമെടുത്തും മൈക്രോ ഫിനാൻസ് കാർഡ് കടം വാങ്ങിച്ചും മുന്തിയ ഫോൺ എടുത്ത് നിങ്ങൾ അവരുടെ കൈ കൊടുക്കുന്നു. നമ്പർ 1 ലഹരി അവിടെ ആരംഭിക്കുകയാണ്. അതിന്റെ പേരാണ് ഡിജിറ്റൽ ലഹരി. ഈ ലഹരി അവർ ഒരു മിനിറ്റ് 5 മിനിറ്റിൽ സമയം കൊണ്ട് അവർ കാണുന്ന റീലുകൾ, വീഡിയോകൾ, വ്യത്യസ്തമായ ഇമോഷനുകൾ, അത് പല രീതിയിലുള്ള കൊള്ള, വ്യത്യസ്ത ഇമേജുകൾ, വീഡിയോകൾ അവർ കാണുന്നത് കൂടി അവരുടെ തലച്ചോറ് പഴുക്കുകയാണ്. വിവിധ ഭാവങ്ങൾ അവരിലേക്ക് ലഹരി കയറുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ മൊബൈൽ ഫോൺ പിന്നീട് പിടിച്ചു വാങ്ങിക്കാൻ ഒക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ശരിയല്ലേ? അവരുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ അവരുടെ ഭാവം മാറും, അവരുടെ വർത്തമാനം മാറും, പിന്നെ ദേഷ്യമാകും. അവിടെ മുതൽ അവർ ലഹരിക്ക് അടിമകളാവുകയാണ്. അപ്പൊ ഇപ്പം സർക്കാർ സൗജന്യമായി ഇപ്പം നമുക്ക് BPL കുടുംബങ്ങൾക്ക് കെ ഫോൺ അനുവദിക്കാം. എന്ന് വെച്ചാൽ സർക്കാർ കാണുന്നത് ഇന്റർനെറ്റ് സൗകര്യം വീട്ടിൽ കിട്ടിക്കോട്ടെ, സൗജന്യമായി വൈഫൈ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ നെറ്റ് കാണാം, വാർത്തകൾ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലെടുക്കാം എന്നുള്ള ഇതിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കൂടുതൽ, മക്കളെ ഞാൻ നിങ്ങളെ തിരിച്ചു തരാം, ഓർമ്മടിക്കല്ലേ, കൂടുതൽ നമുക്ക് ദോഷം ചെയ്തേ. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ചുരുക്കം രക്ഷകർത്താക്കളെങ്കിലും എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തെങ്കിലും കാണുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ 1 വയസ്സ് മുതൽ 13 വയസ്സ് വരെ നിങ്ങൾ മുന്തിയ ഫോൺ ഉപേക്ഷിക്കണം. കുട്ടികളുടെ
ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ 13 വയസ്സ് വരെ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. 13 വയസ്സ് വരെ, അതായത് അവന്റെ ഒരു തിരിച്ചറിവിന്റെ, അവന്റെ ബ്രെയിനിന്റെ വളർച്ച ആരംഭിക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് അവൻ അപകടത്തിലേക്ക് ചാടുന്നത്. അതുവരെ നിങ്ങൾ ഈ മൊബൈൽ കമ്പനിക്കാർ, നിർമ്മാണ കമ്പനികൾക്ക് ഈ മുന്തിയ ഫോൺ വാങ്ങിക്കാതെ നിങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, നിങ്ങളും ത്യാഗം സഹിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വലിയ ഫോൺ ഉപയോഗിക്കുകയും അവന് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ സ്ഥിതി വളരെ വഷളാണ്, കത്തുകയാണ്. നിയമപരമായി ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് പോലീസിന്റെ, സന്നദ്ധ സംഘടനകളുടെ, അധ്യാപകരുടെ, സ്കൂളിലൊക്കെ ഈ ഇത് മോട്ടിവേഷൻ നടക്കുന്നുണ്ട്, ബോധവൽക്കരണം നടക്കുന്നു. പക്ഷെ ഒരു കാര്യവുമില്ല. നിയമത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അങ്ങനെ ഒരു നീതിയും കിട്ടുക പ്രയാസമാണ്. നിയമങ്ങൾ കാലക്രമപ്പെട്ടു പോയി, തുരുമ്പെടുത്തു പോയി. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, പുതിയ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് നീതി കിട്ടൂ. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഉള്ള രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അവരെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നെങ്കിലേ കിട്ടൂ. അല്ലെങ്കിൽ മാഫിയ വല വിരിച്ചിരിക്കുകയാണ് അവര്. അങ്ങനെ പോകും. അതുകൊണ്ടുകൂടി രക്ഷകർത്താക്കളുടെ എനിക്ക് പറയാനുള്ള അത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് തിരിച്ചു വരാം. നിങ്ങള് സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി മിഠായി വാങ്ങിക്കോ? മിഠായി കടയിൽ കയറുമോ? കയറില്ല. അന്താ പൈസ ഇല്ലാത്തോണ്ട? പിന്നെന്ത് എന്താ കയറി മുട്ടായി വാങ്ങിക്കുന്നത്? നമ്മുടെ മുട്ടായി വാങ്ങിക്കും, കടയിൽ മുട്ടായി വാങ്ങിക്കും. ഇല്ല. എന്താ കട കയറാത്ത കാര്യം? എന്താ സ്മാർട്ടായിട്ട് പറ. അവിടെ ഇരുന്നിട്ട് ടീച്ചറെ, ശബ്ദ ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ? അവിടെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കട കയറണമെന്ന്? എന്നാ പഠിപ്പിച്ചേക്കുന്നത്? ഒരാളൊന്ന് ഒറ്റയ്ക്ക് പറഞ്ഞ എഴുന്നേറ്റ് പറയൂ. എഴുന്നേറ്റ് പിടിച്ചോ. പറയൂ. മണവും നിറവും ചേർന്ന ആഹാരങ്ങൾ ആരും കഴിക്കരുത്. അതുകൊണ്ടാ പോകട്ടെ അല്ലേ? നിങ്ങളെല്ലാം വലിയ മിടുക്കനാണോ? ഞാൻ പ്രതീക്ഷിച്ചതല്ല കുഞ്ഞുങ്ങൾ. അപ്പം നിറവും മണവും അല്ലെങ്കിൽ അതെല്ലാം കെമിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ അധ്യാപകർ, നമ്മുടെ സ്വന്തം ടീച്ചർ പഠിപ്പിക്കുന്നത് നിങ്ങൾ അത് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോ നിറവും അതിനകത്തുള്ള കെമിക്കലും നമ്മുടെ പല്ലുകൾക്ക് കേടാണ്, നമ്മുടെ വയറിന് കേടാണ് എന്നുള്ള സയൻസാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചോക്ലേറ്റ് അല്ലെങ്കിൽ മിഠായി ലഹരി പതിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്നാക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ, കവറിനകത്ത് വരുന്ന അത്തരം കവറുകളിൽ നിങ്ങളിലേക്ക് ലഹരി തരാൻ വേണ്ടി മാഫിയ സംഘങ്ങൾ അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിങ്ങൾ അറിഞ്ഞു കാണും, ഒരു കുഞ്ഞ്, നിങ്ങളുടെ പ്രായമുള്ള ഒരു കുഞ്ഞൊരു വഴിയിൽ കിടന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് അറിഞ്ഞിരുന്നോ? തല കുലുക്കുന്നത് അറിഞ്ഞിരുന്നോ? ആ വാർത്ത അറിഞ്ഞിരുന്നോ? യെസ്. ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു, ആ കുഞ്ഞ് മയങ്ങി വീണു. അപ്പോ ഇവിടെ മുതലേ നമ്മുടെ നിങ്ങളെ വട്ടമിട്ട് പിടിക്കാൻ വേണ്ടി ഒരു പരുന്ത് എപ്പോഴും നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട്. അവർക്ക് പണമാണ് വേണ്ടത്, അവർക്ക് അങ്ങനെയുള്ള ആഡംബര ജീവിതമാണ് വേണ്ടത്, നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ. അതുപോലെ തന്നെ വഴി യാത്രയിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചേട്ടന്മാരോ ഒരു ചേട്ടന്മാർ മാത്രമല്ല കേട്ടോ, ചേച്ചിമാരും മോശക്കാരല്ല ഇന്ന് ഈ ഫീൽഡിൽ. മയക്കുമരുന്ന് കച്ചവടത്തിലും അല്ലെ അങ്ങനെയുള്ള ഇടപെടലുകളിൽ നമ്മുടെ ചേച്ചിമാരും നമ്മുടെ സഹോദരിമാരും ഒട്ടും പുറകോട്ടല്ല. അപ്പോ അവരാരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ നിങ്ങൾ വാങ്ങിക്കുമോ? എന്ത് പറയും നിങ്ങൾ? എന്ത് മറുപടി പറയും? ഒരു മിഠായി കഴിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? കൂടെ ഒരു താങ്ക്സ് പറയണം കേട്ടോ. താങ്ക്സ് പറയണം, വേണ്ടെന്ന് പറയണം. നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സാധാരണ നമ്മളൊരു സർക്കാർ സ്കൂൾ, നിങ്ങൾ പഠിക്കുന്നത് സർക്കാർ സ്കൂളിലല്ലേ? അല്ലേ? സ്കൂളിന്റെ പേരെന്താ? നമുക്ക് സ്കൂളിൽ ബസ്സുണ്ടോ സ്കൂളിന്? ഇല്ല. അപ്പൊ നിങ്ങള് ഈ ചുറ്റിനും ഈ ഇങ്ങനെ സ്കൂളിലോട്ടൊക്കെ വരുമ്പം വലിയ ബസ്സിനകത്തൊക്കെ കുട്ടികൾ വലിയ സ്കൂളിൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? കേന്ദ്രീയ വിദ്യാലയം പോകുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് വിഷമമുണ്ടാവും അങ്ങനെ പോകുന്ന കാണുമ്പോൾ? വിഷമമുണ്ടാവും, ചിലപ്പോൾ വിഷമമുണ്ടാവും അല്ലേ? വിഷമമുണ്ടാവും. അത് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടോ?
അപ്പൊ ആരോട് പറഞ്ഞു? അമ്മയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ അടൂരിലെ സ്കൂളിൽ പോകണം അങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്താ അതിന് കാരണം? എന്തുകൊണ്ടാണ് അമ്മ പറഞ്ഞോ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചിട്ട് പോയാൽ മതി, തൽക്കാലം ഇവിടെ പഠിച്ചിട്ട് പോയാൽ മതി? അമ്മ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പോ നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട കേട്ടോ. ഈ സർക്കാർ സ്കൂളിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളെ പോലെ ഇവിടെ ഇങ്ങനെയുള്ള സ്കൂൾ, ഞാൻ ഇതേ സ്കൂളിലാണ് പഠിച്ചത്, LP സ്കൂളിലാണ് പഠിച്ചത്. ഞാനിപ്പോഴും എന്റെ അധ്യാപകരെയും എന്റെ സ്കൂളും ഒക്കെ എനിക്ക് ഓർക്കുന്നത് തന്നെ വലിയ സന്തോഷവും സുഖവും നൽകുന്ന ഓർമ്മകളാണ്. ഈ സ്കൂളിലൊക്കെ പഠിച്ച് നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ ഇഴുകിച്ചേർന്ന് നമ്മളുടെ ഇല്ലായ്മകൾ. ഇപ്പൊ ഞാൻ മോനെ വരുന്ന ദക്ഷന്റെ വീട്ടിൽ ചെന്ന് ദക്ഷൻ അമ്മയോട്, അമ്മ എനിക്കിങ്ങനെ അടൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ സെന്റ് മേരീസ് പഠിക്കണം, ഹോളി ഏഞ്ചൽസിൽ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ആ അമ്മയ്ക്കും ആഗ്രഹം കാണും അങ്ങനെ സ്കൂൾ ബസ്സൊക്കെ കയറ്റിവിട്ട് പഠിപ്പിക്കാൻ. ഞാൻ ആ ദക്ഷനോട് ചോദിച്ചത് അതുകൊണ്ടാണ്. അമ്മ പിന്നെ വല്ലതും പറഞ്ഞു വരുന്നത്. നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും ചെറിയ വരുമാനത്തിൽ അത് മനസ്സിലാക്കി, അല്ലെ ദക്ഷൻ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതാണ്. അപ്പൊ അടൂരൊക്കെ പോയി പഠിക്കണമെങ്കിൽ നമുക്ക് വലിയ പൈസ വേണം, അവിടെ വലിയ ഫീസ് കൊടുക്കണം. അപ്പൊ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും വരുമാനം എന്താണ് ജോലി, അതിനകത്ത് നിന്നുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൊച്ചു സ്കൂളിൽ പഠിച്ച് നമ്മൾ ഇവിടുന്ന് വലിയ കളക്ടർമാരും എഞ്ചിനീയർമാരും വലിയ രാഷ്ട്രീയ നേതാക്കളും. നമ്മുടെ KR നാരായണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരുണ്ട് നിങ്ങള്? മോള് എത്ര പഠിക്കുന്നത്? KR നാരായണൻ ആരായിരുന്നു? പറയൂ, ഓർക്കുന്നോ? പറയൂ. അദ്ദേഹം ഈ കുട്ടിയെ അദ്ദേഹം ആ പണമുള്ള കുട്ടി ഈ കുട്ടിയെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ആണെങ്കില് കുറെ പല സാധനങ്ങളൊക്കെ കണ്ടു. ഈ കുട്ടി കണ്ടിട്ടില്ലാത്തതൊക്കെ കണ്ടപ്പോ ആ കുട്ടി വലിയ അത്ഭുതപ്പെട്ടു. അപ്പൊ തിരിച്ച് ഇറങ്ങി വന്നപ്പോ ആ കുട്ടിയുടെ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിയുടെ വീട്ടില് ആ പട്ടിക്കുട്ടിക്ക് കുറെ സാധനങ്ങൾക്കും ഇതായിട്ടുണ്ട്. അപ്പോഴാ കുട്ടി അത് കണ്ട് വലുതായിട്ട് ഇതെത്തണം. അപ്പൊ ആ കുട്ടി ഇതൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഒരങ്കിള് ആ കുട്ടിയുടെ സ്കൂളിൽ വന്നിട്ട് ചോദിച്ചു വലുതാവുമ്പോ എന്താണെന്ന്. അന്നേരം ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു മറ്റേ പണമുള്ള കുട്ടിയുടെ വീട്ടില് പട്ടിയാവണമെന്ന് പറഞ്ഞു. അപ്പൊ ആ അങ്കിള് പറഞ്ഞു അങ്ങനല്ല, വലുതാവുമ്പോൾ നിനക്ക് ഗവർണർ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ വലുതായപ്പോ അദ്ദേഹം ഗവർണർ. സൂപ്പർ കേട്ടോ, അതായത് ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? KR നാരായണൻ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു അല്ലേ? അറിയത്തില്ലേ? നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഏടാണ് മക്കളെ കൂട്ടുകാരന്റെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കുന്ന ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ മാർഗമില്ലാത്ത, അതല്ലേ ടീച്ചർ അതിന്റെ ഒരു കഴിക്കാൻ മാർഗമില്ലാത്ത ഒരാള് അവിടെ നിന്ന് പഠിച്ചു വരും. നിങ്ങളെല്ലാം വളരെ ചലങ്ങളാണ്. പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു എന്തോ മെമ്മറിയിൽ കുഴപ്പമെന്നുള്ളത് വിചാരിച്ചു. ഇറ്റ്സ് വെരി ഗുഡ്. മക്കള് വായിക്കുമോ? ആ പുസ്തകങ്ങള്, സ്കൂളിലെ പുസ്തകം കൂടാതെ ബുക്കുകളൊക്കെ വായിക്കുമോ? എവിടുന്ന് വായിക്കും? ലൈബ്രറി ഉണ്ടോ അടുത്ത്? കറോട്ടയ്ക്ക് പോകുന്നുണ്ടോ? ആണോ? ഒരു ഇന്ന് കാണിക്കാമോ? എന്റെ നേട്ടം വരരുത്. വെരി ഗുഡ്. അപ്പം രാധാകൃഷ്ണൻ ഇല്ലയോ? ഇവിടെ ലൈബ്രറി ഇല്ലേ ഈ ഭാഗത്തൊന്നും? ഇല്ല. സ്കൂളുണ്ട്. ഓക്കെ. മോളെ ഷംന ടീച്ചറോടോ ടീച്ചർ വരുന്ന
സുഖേച്ചിട്ട് വേണ്ട മക്കൾക്ക് വായിക്കാൻ പറ്റുന്ന നല്ല ബുക്കുകൾ ടീച്ചർമാരെടുത്ത് നമുക്ക് ഇത്രയും കഥ പറയാൻ മനസ്സിലാതെ നിന്നിരുന്നുവെങ്കിൽ മറ്റു ബുക്കുകൾ വായിക്കണം. കരോട്ടെ നല്ലൊരു ഇതാണ്. ശാരീരികമായി നമുക്ക് ഭയങ്കര നിൽക്കുന്നത്. അച്ഛനമ്മയാണോ ഇട്ടേക്കുന്നത്? ഓ ശരി 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 ശരി. എന്താണെന്നാണ് ആഗ്രഹം? അപ്പോ വലിയ ടീച്ചറാകണം, ബുക്കുകൾ വായിക്കണം കേട്ടോ മക്കളെ. ഈ കഥയൊക്കെ ഇനി എവിടെയെങ്കിലും വേദിയിൽ കയറി പറയാൻ പറ്റുന്ന വിധത്തിൽ കുറച്ചുകൂടെ ഫ്ലൂവന്റ് ആയിട്ട് നിന്നാണ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇതിനകത്ത് മോനെന്ന് എഴുന്നേറ്റ് മോനെത്ര വയസ്സുണ്ട്? 9 വയസ്സ്. ഈ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് മോനെ എത്ര വയസ്സ്? എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടോ? മക്കളെ ഇരിക്കും മോളെ. എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വയസ്സ് തന്നെ ചോദിക്കാമെന്ന് എന്താ മോൻ വിചാരിച്ചേ? വയസ്സ് എന്താണ് വയസ്സ് തന്നെ ചോദിക്കാം എന്ന് ചോദിച്ചല്ലേ? ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം പറഞ്ഞു, പേര് പറഞ്ഞു. അങ്ങനെ 52 വയസ്സ്, 52 കേട്ടോ. സന്തോഷമായോ? പ്രശ്നം നമ്മുടെ 52 ഉണ്ടെങ്കിൽ കുറച്ച് കാണിക്കാൻ വേണ്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡൈ ഒക്കെ ചെയ്ത് നടക്കുക. അപ്പൊ നിങ്ങളിങ്ങനെ ചോദിച്ചു. ഓക്കെ, അടുത്ത ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? അതുപോലെ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചോ. വെരി ഗുഡ്. അതുപോലെ ചോദിക്കും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, ഉത്തരങ്ങൾ കേൾക്കാൻ. ചോദിക്കും. ചോദിക്കും. ഉറക്കെ ചോദിക്കണം. മന മൈക്കടുപ്പിച്ച് ചോദിക്കണം. അടൂര്. അടുത്ത ചോദിച്ചോ. വീട്ടുകാരികളൊക്കെ ചോദിക്കാം. ചോദിച്ചോ. ഒരു ഭാര്യയുണ്ട്. ഭാര്യ സുഖമില്ല കിടക്കുകയാണ്. ഒരു മകൻ. ഭാര്യക്ക് ഡയബറ്റിക് കൂടിയിട്ട് കിടപ്പാണ് ടീച്ചറെ. അപ്പോ അതെ. ഇനി വേറെ അതെ. അടുത്തയാര്? മ്യൂസിക്കാണ് മോളെ. ഞാൻ ഹാർമോണിയം വായിക്കും. മ്യൂസിക്കാണ് ഇഷ്ടപ്പെട്ട കല. ഞാൻ ഹാർമോണിയം ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യം വായിക്കും. താങ്ക് യു. അടുത്ത ചോദ്യങ്ങൾ പോരട്ടെ. മിടുക്കി ചോദ്യങ്ങൾ. മൈക്കിങ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോന്ന് ഓർത്ത് വെക്കും. പാസ് ചെയ്യും. ഇല്ലാത്തവർക്ക് പാസ് ചെയ്തോ. ബാക്കി പാസ് ചെയ്തോ. ഉള്ളവർക്ക് ചോദിക്കാം. കുസൃതി ചോദ്യങ്ങളും ആകാം കേട്ടോ. കുസൃതി ചോദ്യങ്ങളും ആകാം. ഓക്കെ. എഴുന്നേറ്റ്. ഞാൻ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. വെബ് സീരീസും ഷോർട്ട് ഫിലിമുകളും നേരത്തെ പറഞ്ഞില്ലേ, കടമ്പനാടനോട് ഒക്കെ വെബ് സീരീസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. സിനിമ വലിയ കടമ്പയാണ്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ നാട് വിട്ടിട്ട് കൊച്ചിയിലോ തിരുവനന്തപുരത്തൊക്കെ പോയി താമസിച്ച് അങ്ങനെ ശ്രമിക്കണം. അതിന് ചില സാഹചര്യങ്ങൾ ഇപ്പൊ ഒക്കാത്തോണ്ടാണ് സിനിമയിൽ വരും. ഞാൻ നമ്മൾ ഒരുമിച്ച് സിനിമ കാണാം. പോരെ? ഓക്കെ. അടുത്തതാര്? ചോദിക്കും. കുസൃതി ചോദ്യങ്ങളാവാം കേട്ടോ. ഈ കളക്ടർ ആവുന്നൊക്കെ പറഞ്ഞ് പോലീസ് SI ആവുന്നൊക്കെ പറഞ്ഞ ആരൊക്കെയായിരുന്നു? ചോദ്യങ്ങൾ ചോദിക്കും. ഇല്ലെങ്കിൽ പ്രശ്നമാവും. ചോദ്യം ചോദിക്കണം നമ്മൾ. ഒരു ചോദ്യം എന്തെങ്കിലും പെട്ടെന്നോട്ടെ. ചോദിച്ചോ. എഴുന്നേറ്റ് ചോദിച്ചു. നല്ല ചോദ്യമാണ് അത്. ചെറുതിലെ ഒരു ചെറിയ പോലീസ് ചിന്ത എനിക്കും ഉണ്ടായിരുന്നു, സത്യം പറയാം. മോനെ പോലെ തന്നെ ഒരു SI നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ നമ്മുടെ തീരെ ചെറുതിലുള്ള ചിന്തകൾ കുറച്ച് കഴിഞ്ഞു. അന്നേരവും എനിക്ക് കലയോട് വലിയ താല്പര്യമായിരുന്നു. തബല പഠിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. നടന്നില്ല. കുട്ടിക്കാലത്താവും നടന്നില്ല. പിന്നെ തെരുവ് നാടകവുമായിരുന്നു എന്റെ തട്ടകം. അറിയപ്പെടുന്ന കലാകാരനായി തീരണമെന്നായിരുന്നു പിന്നത്തെ ആഗ്രഹം. അതും ആ രംഗത്ത് അത്ര നടന്നില്ല. പക്ഷെ ഞാൻ വളരെ ചെറുപ്പത്തില്, ഇനി പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കുമോ, ഇങ്ങോട്ട് നോക്കുമോ, ഞാൻ 27ാമത്തെ വയസ്സിൽ അടൂർ നഗരസഭയുടെ ചെയർമാനായി. ഞാൻ അടൂർ നഗരസഭയുടെ ചെയർമാനായി. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം. അടുത്തയാളാണ്.
ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ ആരായിരുന്നു മുമ്പ് നേരത്തെ? ചോദിച്ചു. അടുത്ത് കൊടുക്കും. ഇവിടെ ഇരിപ്പുണ്ട് ഒരു പുലി. കൊടുക്ക. ആ ചോദിക്കും. എഴുന്നേറ്റ് ചോദിക്കും. പെട്ടെന്നല്ലേ. ചിന്തയിലാണ്. അച്ഛനും അമ്മ ഇരിപ്പുണ്ടോ ബാക്കിൽ? ഉണ്ടോ? നല്ല ചോദ്യം. പൈസ പോലെ തന്നെ പഠിപ്പിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എനിക്ക് ഈ കലാരംഗവുമായി ബന്ധപ്പെട്ട് തന്നെ പരസ്യ കമ്പനി, നമ്മുടെ ടി വിയിലൊക്കെ വരുന്ന പരസ്യങ്ങളില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അത്തരം പരസ്യങ്ങളുടെ ഒക്കെ ജോലിയായിരുന്നു. ഇപ്പൊ പക്ഷെ ആ മേഖലയിൽ നിന്നൊക്കെ ഒന്ന് മാറി സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങൾ, കൊച്ചു പരിപാടികളൊക്കെ. ഓക്കെ, അടുത്ത നോക്കൊണ്ട് ചോദിക്കാം. എന്തുവേ? മോടെ പേരെന്താ? ആതിഥേയ. ഒന്നാണോ? വീട്ടുപേര്. നല്ല ചിന്തയാണ്. മോടെ വീട്ടുപേര് എന്താണ്? അറിയത്തില്ല. അപ്പം ഇനി പറയാൻ പോകുന്ന കഥ അമ്മയെ വന്നിട്ടുണ്ടോ? പറഞ്ഞു അവിടെ ഉണ്ടല്ലേ. അപ്പൊ എനിക്കിപ്പം സ്ഥിരമായിട്ടൊരു വീട്ടുപേരില്ല. കേൾക്കുന്നുണ്ടോ മോള്? എന്നെ നോക്കുവാണോ? എന്തുകൊണ്ടെന്നാൽ എനിക്ക് സ്വന്തമായി ഇപ്പൊ വീടില്ല. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഉണ്ടായിരുന്ന വീടൊക്കെ അങ്കിള് ബിസിനസ് കച്ചവടമൊക്കെ ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആക്ഷനായി എത്തിയായി ബാങ്കരുണ്ട്. അപ്പൊ ഇപ്പം വാടക വീട്ടുപേരുണ്ട്. അത് പുതയിൽ ബിജു ഭാഗമാണ്. ഇനി അങ്ങനൊരു വീടും സ്ഥലമൊക്കെ വേണ്ടി വരും. അതിനുള്ള യാത്രയില്ല. അന്ന് ആദ്യത്തെ വിളിക്കാം കേട്ടോ, ചടങ്ങിന് വിളിക്കാം. ഓക്കെ, അടുത്ത ആരാ? കൊടുക്കും. ഇല്ല, ചോദ്യമില്ല. രാധാകൃഷ്ണന്റെ മകളല്ലേ? തമ്പിയുടെ മകളല്ലേ? ചോദിച്ചാൽ കിട്ടും. ഞാൻ അച്ഛനോട് കൊണ്ടല്ലേ ഞാൻ ചോദിക്കും. അങ്കിളോടെന്താ ചോദിക്കണം? എന്നിട്ട് ചോദ്യം. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. എന്തെങ്കിലും ചോദിക്കും മക്കള്. എന്തെങ്കിലും നിങ്ങൾ അച്ഛനുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചോദ്യം എന്നാലും മതി. ഇല്ല, അച്ഛൻ നടക്കില്ലാവും. വലിയ ആളാന്നൊക്കെ എന്നോട് പറഞ്ഞു. മോള് വലിയ മിടുക്കുക എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് പ്രശ്നമാവും. അച്ഛൻ നടക്കണല്ലേ. അപ്പൊ ചോദ്യം ചോദിക്കും പ്ലീസ്. ഒന്ന് ചോദിക്കാം. ഒന്നുമില്ല, വിഷമിച്ചോ? കരച്ചിൽ വന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി എന്തെങ്കിലും അങ്കിളിനോട് ചോദിക്കാനുണ്ടോ? ചോദിക്കണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ മൈക്ക് എവിടെയെങ്കിലും സെന്ററിൽ ഒന്ന് പിടിച്ചു. നല്ലൊരു പാട്ടൊന്ന് ഏറ്റു വേണം. ആരാ പിടിച്ചോ? എവിടെയെങ്കിലും പിടിച്ചോ, സെന്ററിൽ പിടിച്ചു.